അപ്പോൾ റബ്ബറിന് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ റബ്ബർ വെട്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. 3 രീതിയിലാണ് റബ്ബറിൻ്റെ വെട്ട്. ഒന്ന്, റബ്ബർ ഒന്നരാടം വെട്ടാം. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നരാടമാണ്. ഒന്നരാടം വെട്ടുമ്പോൾ DRC കുറയും. DRC എന്ന് പറഞ്ഞാൽ ഡ്രൈ റബ്ബർ കണ്ടൻറ്റ്. അതുകൊണ്ട് ചിലർ ആഴ്ചയിൽ 2 വട്ടം വെട്ടുന്നവരുണ്ട്. 3 വട്ടം അത്യാവശ്യം കൊഴുപ്പുണ്ടെങ്കിൽ 3 വട്ടം വെട്ടാം. 3 വട്ടം ആഴ്ചയിൽ കണ്ടിന്യൂ വെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പാൽക്കുടൽ നിൽക്കാതെ വരും. ഇത് ഇടയ്ക്ക് ഒന്ന് വെട്ടും, ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ വെട്ടുകാരൻ വന്ന് പിന്നെ വെട്ടി, പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന് വെട്ടി. അങ്ങനെ വെട്ടിയാൽ പാൽക്കുഴൽ അടഞ്ഞു പോകും. പാൽക്കുഴൽ അടഞ്ഞു പോയാൽ അതിൽ നിന്ന് പാൽ വരത്തില്ല. 2 ദിവസം ആഴ്ച വെട്ടുന്നതാണെങ്കിൽ റബ്ബർ ബോർഡിൻ്റെ ശാസ്ത്രീയമായ കണക്കിൽ എത്തിപ്പോ എന്ന് പറയുന്ന ഒരു മരുന്ന് തേച്ചാണ് വെട്ടിയാൽ പാൽക്കുഴൽ 15 ദിവസം തുറന്നു കിടക്കും. അങ്ങനെയും വെട്ടാം. അങ്ങനെ ഇത് ഉടമസ്ഥനും വെട്ടുകാരനും ഒരുപോലെ നിന്നുപോകാൻ, ജീവിച്ചു പോകുവാൻ നല്ല ഒരു സംരംഭമാണ് റബ്ബർ. റബ്ബർ നമ്മുടെ കണ്ടുപിടിച്ചിട്ട് തന്നെ 500 വർഷമായി. കേരളത്തിൽ ഈ റബ്ബറിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയത്തില്ല. റബ്ബർ എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? റബ്ബർ കണ്ടുപിടിച്ചേ? റബ്ബർ കണ്ടുപിടിച്ചത് ആമസോൺ കാടുകളിൽ യൂറോപ്യൻ സായിപ്പന്മാർ സന്ദർശനം നടത്തിയപ്പോൾ അവിടെ ഒരു മരത്തിൽ പിള്ളേര് കല്ലുകൊണ്ടിടിച്ച് മുറിവുണ്ടാക്കി അതിൽ നിന്ന് ഒഴുകി വന്ന പാല് എടുത്ത് അത് ഉപ്പൊഴിച്ച് പാത്രത്തിലിട്ട് ഉപ്പിട്ടിട്ട് അത് കട്ടയാക്കി അതിനെ റബ്ബർ പന്ത് പോലെ ഉണ്ടാക്കി കാലുകൊണ്ട് തട്ടിക്കളിക്കണത് ഇവർ കണ്ടു. അങ്ങനെയാണ് റബ്ബറാണ് അത് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് റബ്ബറിൻ്റെ ഉൽപ്പാദനം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രസീൽ എന്ന് പറയുന്ന നാടാണ് ഫുട്ബോളിൽ ലോകത്തിന്നും ചാമ്പ്യനായി നിൽക്കാൻ കാരണം. ഫുട്ബോളിൻ്റെ തുടക്കം അവരാണ്. അത് ഒന്നാമത്തെ ഒരു കാര്യം. 2, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ആദ്യം റബ്ബർ വന്നത് കേരളത്തിലാണ്. ഇന്ത്യയുടെ തലസ്ഥാനമാണ് റബ്ബർ, കേരളം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ റബ്ബർ നട്ടത് എറണാകുളം ജില്ലയുടെയും ഇടുക്കി ജില്ലയും ബോർഡറായിരിക്കുന്ന നമ്മുടെ ഇവിടെ എന്താണ് കോതമംഗലം തട്ടേക്കാടാണ് ആദ്യമായി റബ്ബർ തൈ കുഴിച്ചു വെച്ചത്. ആദ്യമായി എസ്റ്റേറ്റ് ആരംഭിച്ചത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ മുണ്ടക്കയത്താണ്, ഏന്തലാർ എന്ന സ്ഥലത്താണ്. റബ്ബർ 300 റബ്ബറുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ആ കുടുംബം കഴിയുകയും അവിടെ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിച്ചയക്കാനും കഴിയുന്ന ഒരു സമ്പത്ത് ഉയർച്ചയുള്ളതാണ് ഈ റബ്ബർ എന്ന് പറയുന്ന ഈ സംഭവത്തിന്. ഒരിക്കലും ഇതൊരു 300 എണ്ണം ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടൊരിക്കലും നശിച്ചു പോവില്ല, പട്ടിണി കിടക്കില്ല. അതുകൊണ്ട് ഈ ഇവിടെ കിടക്കുന്ന വെട്ടാതെ കിടക്കുന്ന തോട്ടങ്ങളൊക്കെ വെട്ടാൻ ആൾക്കാരെ ഉത്സാഹിപ്പിക്കുകയും ഇറങ്ങുകയും ചെയ്യേണ്ടതും ഏറ്റവും ആവശ്യമാണ്. സഹോദരിമാർ, സ്ത്രീകൾ ഈ വെട്ട് പഠിച്ചാൽ അവർക്ക് 1000 രൂപ ഡെയിലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ബാക്കി കാര്യങ്ങൾ എനിക്ക് മിച്ചിൽ കോൺ കത്തി കൊണ്ട് ഞാൻ വെട്ടി നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. ഈ മിച്ചിൽ കോൺ കത്തി കൊണ്ട് ഞാൻ വെട്ടി കാണിച്ചു തരാം. ഇത് നമ്മുടെ നാടൻ കത്തി. ഇതാണ് മിച്ചിൽ കോൺ എന്നാണ് ഇതിൻ്റെ സായിപ്പിട്ടേക്കണ പേര്. ഈ നാടൻ കത്തി കൊണ്ടുള്ള 125 സെൻറ്റിമീറ്റർ ഉയരത്തിൽ മരം വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോ. ആദ്യം നമ്മൾ പള്ളിപ്പാലെടുക്കുകയാണ്. നിങ്ങളിപ്പുറമാണോ? അല്ല, അവരിപ്പുറം വേണോ?
മിച്ചിലുകം കത്തിൽ 120 സെൻറ്റിമീറ്റർ കത്തി ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. വേണ്ട കുത്തിവെട്ടി ഇത് പകുതി കത്തി കൊണ്ട് ഇങ്ങോട്ട് വെട്ടിയതിന് ശേഷം പിന്നെ ഈ കത്തി കൊണ്ട് മുകളിലേക്കാണ് വെട്ടുന്നത്.